അപ്പോൾ സുഹൃത്തുക്കളെ, കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്ന കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 125 പേർക്കുള്ള ആട് ബിരിയാണിയാണ് നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമായി സമർപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കൂടെ നമ്മുടെ വെപ്പിൻ്റെ രാജകുമാരൻ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇത്രയും കാലം കൂറ്റമ്പാറ അമരമ്പലം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾക്ക് ഭക്ഷണം വെച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ആക്കൻ്റെ എൻ്റെ ഫേവറേറ്റ് എന്താ പറയുക, നെയ്ച്ചോറും ങ്ങളക്കാടായി മിയ. അപ്പോൾ ആക്കൻ്റെ മേൽനോട്ടത്തിൽ നമ്മളിന്ന് ആട് ബിരിയാണി വെക്കാൻ പോവുകയാണ്. ഈച്ചുമാണ് വെക്കണമെന്നുള്ളൊരു ഇതേ ആക്കൊക്കെയുള്ളൂ. അല്ല, ഇതിലിട്ടിട്ട് ആവുമോ? അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളെ കൂടെ പെരിന്തൽമണ്ണ അമ്മായി നമ്മളെ പെരിന്തൽമണ്ണ നമ്മളെ അമ്മായി പറഞ്ഞ സമയത്തിൽ തന്നെ ഒരു വെറൈറ്റി ഒന്ന് അടങ്ങി ഇന്നാജൊന്ന് എന്നെ ഇപ്പൊ ആരും കണ്ടിട്ടില്ല. ഊക്കല്ല, നമ്മള് അങ്ങോട്ടേക്ക് ഇതാ ഡ്രെഡിനെ എനിക്ക് ഒരു പ്രത്യേക ഇഷ്ടം എന്താ വെച്ചാൽ ഡ്രെഡിന്റെ കോസ്റ്റ്യൂം സെൻസ് പറഞ്ഞാല് അപാരമായ കോസ്റ്റ്യൂം. നമുക്ക് ചിന്തിക്കുന്നവർക്ക് അതന്നെ ചിന്തിക്കുന്നവർക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഡ്രെഡിന്റെ എൻട്രി. ഹിൻലെസ് ടീഷർട്ട് ആരും ഇങ്ങനെ സ്റ്റൈൽ ചെയ്തായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതിക്കൊരു പുള്ളിപ്പുലിന്റെ പോലത്തെ തട്ടവും അതിക്കൊരു മീൻവല പോലത്തെ നെറ്റും പിന്നെ ഇതെന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതോ മുളകും ആയിട്ടാണ് റെഡ്. അതുപോലെ തന്നെ അതിക്കൊരു ക്രോക്സ് പോലത്തെ ചെരുപ്പൊക്കെ ഒരു പച്ച ഇതും സ്റ്റൈൽ ചെയ്തിട്ടാണ് ഡ്രെഡിന്. കറക്റ്റ് ആട് ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ എത്തിപ്പെടാനുള്ള ഒരു കാരണം ഓക്കെ. അപ്പോൾ ഉച്ചക്കേ ഇറങ്ങിയിരുന്നു, എത്താൻ വൈകിയതാണെന്നാണ് ഷാനു പറയുന്നത്. ഷാനു അപ്പൊ ഷാനുവിന്റെ പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? ഇന്ന് ഒറ്റക്ക് വണ്ടി ഓടിച്ചു. ഇന്ന് ഷാനുവിന്റെ പെണ്ണുങ്ങളല്ലേ പെണ്ണുങ്ങളുടെ പ്രൗഡ് മൊമെന്റ് അല്ലേ പോവാ. അപ്പൊ ഷാനുവിന്റെ പെണ്ണുങ്ങൾ ഒറ്റക്ക് വണ്ടി ഓടിച്ചാണ് പെരിന്തൽമണ്ണയിൽ നിന്നും. പെരിന്തൽമണ്ണ നമ്മളിവിടെ എവിടുന്നാണ്? എന്റെ പേരിന്റെ എവിടെ എന്താ പറയാ, ജൂബിലി റോഡിൽ നിന്നും ഒറ്റക്ക് സിംഗപ്പെണ്ണായിക്കൊണ്ട് വുമൻ എംപവർമെന്റ് നാടിനെ സമർപ്പിച്ചുകൊണ്ട് ഈ എല്ലാം ഒട്ടിച്ചാൽ എന്താ വന്നില്ലേ? ആര് നബീലെ എന്താ ഒറ്റക്ക് ലൈറ്റ് ഒക്കെ ഓണാക്കിയിരിക്കണേ? നൂറേ എന്നിട്ട് എന്താ ആക്കി കൊടുക്കാൻ? കുട്ടിനെ ആക്കി കൊടുത്തില്ലേ? ഓള് പോയതാണ്, ഓടിയതാണ്, ഞാൻ ആക്കി തരാറ്. പൊടിച്ചുർത്തി കൂടെയോ? അപ്പൊ ഇക്കിപ്പോ എന്താ വെച്ചാല് പണ്ടത്തെ പോലെ നമ്മളെ കൂടെ ഒന്നും കിട്ടണില്ല. നമ്മളെവിടെയെങ്കിലും കൂടുമ്പോൾ അവിടുന്ന് മാറിക്കുക, നമ്മളിവിടെ വെക്കുമ്പോൾ അവിടെ വെക്കുക, നമ്മൾ അവിടെ വെക്കുമ്പോൾ ഇവിടെ നിൽക്കുക, ഇനി നമ്മൾ അവിടെയാണെങ്കിൽ അവിടെ പോയിക്കുക. അപ്പോൾ രണ്ട് ഹിൻലെസ് ഇണക്കുരുവികളാണ് നമ്മൾ കാണാൻ പറ്റുന്നത്. ഹിൻലെസിൻ്റെ ബ്ലാക്ക് ടീഷർട്ടിൽ ഷാനുവും ഹിൻലെസിൻ്റെ റെഡ് ടീഷർട്ടിൽ ഡ്രെഡും അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതാണ്ടോ ഡ്രെഡിൻ്റെ വണ്ടി. ഇതിന്മേ എല്ലാം ഇവിടെ എല്ലാം ഉണ്ട്. എടാ ഇത് സ്റ്റൈലുള്ള എല്ലാണല്ലോ. എല്ലോ സ്റ്റൈലാക്കിട്ടോ, എല്ലോ ആസ്തറ്റിക് രീതിയിൽ ഡ്രെഡിൻ്റെ എല്ലാം ഒരു ആസ്തറ്റിക് സ്റ്റൈൽ ഉണ്ടാവും. എല്ലോ എന്ത് ചെയ്തു? മാറ്റങ്ങളൊന്നും വരുത്തിയില്ല, എല്ലാം ആസ്തറ്റിക് സ്റ്റൈലിൽ കൊടുത്തു. ഇന്നെന്താ മറ്റേ ഇത് ഇടിഞ്ഞോ? സ്റ്റോക്ക് മാർക്കറ്റ് ഇടിഞ്ഞോ? ഭയങ്കര ടെൻഷൻ. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇന്നാലും നമ്മൾ 300 രൂപ ഇട്ടിട്ടില്ലേനോ? അന്ന് ഇടിഞ്ഞപ്പോൾ നമുക്ക് ആകെ ടെൻഷനായി. 300 240 ആയപ്പോൾ ഞാനും ഇക്കൊരു ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി 300 ഇട്ടാണ്ട്. ആയിക്കോട്ടെ, ഞാൻ വിളിച്ചാ എന്താ വെച്ചേ? നമ്മള് കേൾക്കാൻ പറ്റാത്ത എന്തോ ആണ്. കേൾക്കാൻ പറ്റാത്ത ഒന്നുമില്ല. ഫിർമിഗോ അല്ലേ? അപ്പൊ ഇക്കുവിന്റെ പുതിയ സംരംഭം, ഇതുപോലുള്ള ആടുകള് കോഴികളൊക്കെ അറുക്കാൻ വേണ്ടിയിട്ടുള്ള വളർത്താന് ആട്ടും കാട്ടവളം, കോഴിക്കാട്ടവളം, പശുവളം തുടങ്ങിയ എല്ലാം ഇല്ലേ? അല്ല, അതിന്റെ ചേരുവകൾ ഉണ്ടാവില്ലേ? അതൊന്നും ഉണ്ടാവില്ല. എന്താ പിന്നെ അവിടെ ഉണ്ടാവുക? പെറ്റ്സിനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെയാണ്. ആടെന്ത് പെറ്റല്ലേ? ആടിനുള്ള തീറ്റ ആയിക്കോട്ടെടാ, ഹൈ ലെവൽ ജന്തുക്കൾക്ക് മാത്രം തീറ്റ കൊടുക്കുള്ളൂല്ലേ? ഇക്കൊക്കെ എന്താ പറയുക, നാടിനെ മറന്നു. പോമറേനിയൻ പട്ടികൾ, മറ്റേ ജബറേനിയൻ ആനകൾ, അങ്ങനത്തെ വലിയ പെറ്റായിട്ടുള്ള റോയൽ എക്സോട്ടിക് പെറ്റ്സിന് മാത്രമുള്ള തീറ്റയാണ്. നാടൻ കുറ്റനാടിനും ചേരി മുട്ടനാടിനും
മറ്റേ അമ്മു പശുവിനും ചാളപ്പശുവിനും ഇതിനൊന്നും എന്നുള്ള തീറ്റ ഇല്ല. ഒക്കെ ഉണ്ടാവും തോട്ടത്തെ പെരലിനുള്ള ഇറക്കും. ഹർഷില്ലേ, ഹർഷിൻ്റെ ഒരു പ്രത്യേകത പറയാം, ഭക്ഷണം എവിടെയെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ നമ്മളപ്പം ഉണ്ടാവില്ല ഹർഷി. പിന്നെ ഭക്ഷണം ഉണ്ടാവുന്നിടത്താണ് ഉണ്ടാകുക. കണ്ണരി ഉണ്ട്, അതിന്റെ നേരെ താഴെ നിന്നാ കണ്ണരി ഉണ്ട്. എങ്ങനെ ഇരിക്കണേ, എന്ത് ഇടാനോ? പക്ഷെ അടി പിടിച്ചല്ലേ, കുറച്ച് സിമ്മ് കുറക്കണോ? അങ്ങനത് പറയില്ലേ, സിമ്മിലാക്കറിയില്ലേ? തക്കാളി ഇട്ട് അടി പിടിക്കൂല. അടുക്കളയിൽ സ്ഥിരമായി പോകുന്ന യുവതികൾക്കുള്ള ഒരു ടിപ്പാണ് ഇപ്പോൾ ആക്കി തന്നിരിക്കുന്നത്. തക്കാളി ഇട്ടാൽ അടി പിടിക്കൂല. ഇത് അറിയണതാ അതോ എങ്ങനെ ആക്കെ പറഞ്ഞിട്ടല്ലേ? ഞാൻ ഇത് മഞ്ഞപ്പൊടി ഇടുന്നൊക്കെ പറയുമ്പോൾ ടൈമിങ്ങിനനുസരിച്ച്. അപ്പൊ കൂറ്റമ്പാറക്കാർക്ക് ഏവർക്കും പ്രിയപ്പെട്ട ആയിച്ചമ്മ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ആയിച്ചമ്മ രാവിലെ മാത്രം കറിവേപ്പിലന്റെ ഗുണങ്ങൾ ഇങ്ങോട്ട് വരി. ആയിച്ചമ്മ കറിവേപ്പില എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതൊരു രുചി വരാൻ വേണ്ടിട്ട്, ഫ്ലേവർ കിട്ടാൻ വേണ്ടിട്ട്. അതാണ് കറിവേപ്പില. അതായത് ചില മനുഷ്യന്മാരെ പോലെയാണ് കറിവേപ്പില. ആവശ്യത്തിന് മാത്രം നമ്മൾ ഉപയോഗിക്കും, ആവശ്യം കഴിഞ്ഞാൽ നമ്മളെടുത്ത് പുറത്തേക്ക് ഇടും. എന്നെ കറിവേപ്പിലയാക്കിയോ എന്ന് പറഞ്ഞ ഫെജോന്റെ ഗാനാണ് എനിക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. ചില ആൾക്കാർ നമ്മളെ നല്ല യൂസ് ചെയ്യും, എന്നിട്ട് ഓല ആവശ്യം കഴിഞ്ഞാൽ ഓല നമ്മൾ ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്യും. ഓല ലക്ഷ്യം നേടുമ്പോൾ എന്താവും, ഇവൽക്കൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടാവും. ലക്ഷ്യം നേടി കഴിഞ്ഞാൽ ഇവര് മെല്ലെ സ്വഭാവം മാറി കറിവേപ്പില ഇങ്ങനെ തോണ്ടിടുന്ന പോലെ എന്ത് ചെയ്യും, തോണ്ടിടും. ചില ആൾക്കാർ വേണ്ട. അല്ല ഈ ബിരിയാണിന്റെ മസാലക്ക മറ്റേ പൊടിയോ? നാല് പൊടിയോ? മസാലകൾ പൊടിച്ചതാ എല്ലാം. വേറെ പൊടിയുണ്ട്. നാണയം കേട്ടോ ഇറങ്ങിക്കോ. ഓനെ ആക്കിക്കോ. എന്തിനെങ്ങനെ കൊണ്ടിരിക്കണേ? എപ്പോഴും റിയലായി നിന്നാ പോരെ. റിയലായി നിന്ന പോനെ നല്ലോണം കൊട്ടിയാലോ. ഓ പിണങ്ങി അർഷിനോട്. അർഷിക്ക് വെക്കാൻ അറിയാം, എനിക്ക് അറിയില്ല. അതിന്റെ ഉള്ളിൽ കുയിന്ത് ഇജ്ജ് വെക്കാൻ കൊടുത്തിട്ടാണ്. ഇളക്കിക്ക, ഇളക്കിക്ക. ഞാൻ ഇളക്കി തരാം. ഒരു 4 കയ്യിലെടുക്കാം, നമുക്ക് എല്ലാവർക്കും ഇളക്കാം. ഓ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. അല്ല ഞാൻ ഇരുന്ന് ഇളക്കാം. ഇത് ഉടയാതെ ഇളക്കണ്ടേ? അങ്ങനെയല്ല, ഉടക്കണം. ഞാൻ ഉടയാതെ ഇളക്കണേ. ഉടയണോ? ഉടയണോ? അപ്പൊ തക്കാളിയൊക്കെ ഇങ്ങനെ അമർത്തണോ അഫീഫേ? അതിന്റെ ചോട്ടിലിരിക്കണ്ട, കാലുമക്ക് ഇതാവും. എന്താ സംഭവം? വാട്ട് ഹാപ്പൻ? അപ്പൊ ഷാനുവിന്റെയും ഡ്രഡിന്റെയും ഫസ്റ്റ് കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. കാണിച്ചു കൊടുത്താ ഇജ്ജ് മുന്നേ ഉണ്ടായിരുന്നോ? കുക്കിംഗ് വ്ളോഗിൽ ഒപ്പം ഉണ്ടായിട്ടില്ലല്ലോ. ഒച്ച പോയില്ലേ? അപ്പൊ ബഹുമാനപ്പെട്ട ഇഫ്ര 2 ദിവസം മുന്നേ തണ്ടളം കുടിച്ചാണ്ട് ഒച്ച ഹലോ പറഞ്ഞ ശരിക്കും പറയും. ഹലോ അളക്കിക്കോ. മസാലന്റെ കണക്കൊക്കെ തെറ്റും.
ഗ്രന്ഥിമണം വല്ല തുടങ്ങി സൂപ്പർ എന്ത് വേണം എന്ത് ഗ്രന്ഥിമണം വേറെന്താ കട്ടെ അടക്കാതൊക്കെ പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചോ അപ്പം കിലോ കണക്ക് കിട്ടിട്ടോ ഇറച്ചി മാത്രം 15 യോ അത് വലിയ കിട്ടലാട്ടോ ദിസ് ഈസ് സംതിങ് ബിഗ് ഇറച്ചി മാത്രം 15 കിട്ടാറുന്ന ഒരു വലിയ ആടായി തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. ഒരു കിലോ ആടിന് 1000 റുപ്യാണ്. ആ 15 അല്ലേ വിറ്റാലോ ഒന്ന് ചിങ്ങി വെക്കാൻ പറ്റൂലേ, ആദ്യം വെക്കണം. അതാണ് ലാഭം, അതാണ് പോലെ ലാഭം. അല്ല നമ്മൾ 10 സംതിങ്ങിന് ആടിനെ വാങ്ങി, അപ്പം അത് 15 കിലോൻ്റെ മേലുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഹോൾസെയിലായിട്ട് വാങ്ങുമ്പം പക്ഷെ അപ്പോൾ ഇന്നലെ ബിരിയാണിയോ അത് ചിക്കൻ കൊണ്ട് വെക്കാം. എൻ്റെ പറഞ്ഞ ബിസിനസ് മൈൻഡ് ആയാലും ഇതുണ്ടാവില്ല, പരിപാടി ഓടി നടക്കൂല. ഇനി ചിന്തിച്ചു നോക്ക്, ബിരിയാണി ആയി കഴിയുമ്പോൾ റേറ്റ് പിന്നെ മാറും. അപ്പൊ ബിരിയാണി വെച്ചിട്ട് വിറ്റാലോ? അപ്പൊ 15 കിലോന്റെ ആട് ബിരിയാണി പറഞ്ഞ് വിറ്റാല് എത്ര റുപ്യക്ക് പോകും? എനിക്ക് തോന്നുന്നു 1 കിലോ തന്നെ 2000 സംതിങ് ഉണ്ട് ആടിന്. ആട് ബിരിയാണിക്ക് വരുന്ന വിലയല്ലേ ഡാഡിയേ? ഇട്ടോ അക്കാ നീ എന്താടണ്ടേ? കുരുമുളക് ഓടിട്ടോ ചെവിയിൽ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു കൊടുക്കാം. ആയില്ല അടക്കി ആവുമ്പോ പറയപ്പെടെ മെയിൻ ഷെഫ് അതിനല്ലേ, പിന്നെ അളക്കാറിയില്ലല്ലേ? അരി തിളപ്പിച്ചില്ലല്ലോ. അരി തിളപ്പിക്കാൻ നോക്കി എന്റെ ഫുള്ള് സൗണ്ടും പോയിട്ടോ. മറ്റേ കുക്കറിലിടല്ലേ? മറ്റേ കുക്കറിലാക്കാം. ഉണ്ടോ? അവിടെ വെച്ചോ, അഡീഷണൽ ലൈറ്റോ? അവിടെ വെച്ചോ. നല്ല രസവും. ആ ലൈറ്റ് വന്നിട്ട് ആ ലൈറ്റ് KP and കൂറ ടീംസ് വന്നിട്ടുണ്ടോ? അപ്പൊ നൂറിന്റെ സ്കൂളിൽ നമ്മളൊന്ന് പോയിട്ടോ? എല്ലാം പുറത്തെത്തി. നൂറ സൈക്കോ വേണ്ട ഇജ് കൂടണമെന്നില്ല, കുഴപ്പമില്ല. വളക്കിയതാണ് ഈ കാണുന്നത്. അതിനെന്താലോ ഉണ്ടാവാൻ പോണ മസാല സെയിം മസാല കേട്ടോ. ഈ ബ്രിട്ടീഷുകാരെ സംഭവിച്ചണം. അതെന്താ? അല്ല ഓൽക്കല്ലേ ഇതിന്റെ ഒരു ക്രൈസ് ഉണ്ടായിന് ആദ്യം, അതുകൊണ്ടല്ലേ ഇവിടെ വന്നിട്ട് എല്ലാം കട്ടെടുത്ത് കൊണ്ടുപോയത്. സ്പൈസ് മുട്ടയുണ്ടോ? എന്നാ ഇതിന്റെ പേര്? ബിരിയാണി. ബിരിയാണിയോ? അരിക്കണ്ടി. പുട്ട്. അരിക്കണ്ടി പുട്ടിന്റെ പേരാ, പണ്ട് പുട്ടിനതാ പറഞ്ഞേ. നമ്മളെ മസാല കറക്റ്റ് വേവക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ഫോക്കസ് ആവത്ത് ലൈറ്റില്ലാത്തോണ്ടല്ലേ? ഞാൻ ഗൾഫിൽ നിന്ന് കുറേ മസാല കൊടുക്കുന്നു കയ്യിലും കൂടെ ആക്കല്ലേ ഈച്ചോ. പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ ഇതന്നെ നല്ല ഉണ്ടാവും അല്ലേ? ലൈറ്റ് ഇപ്പൊ വരും, കയ്യിലും കൂടി ഇട്ടാൽ ഞാനല്ലല്ലോ ഇടണേന്, ഇതാണല്ലോ. ഞാൻ ഇടണോടത്ത് കൂടെ നോക്കി ഇളക്കണേ, ഇളക്കണോ ശ്രദ്ധിക്കണേ. ഇനി അങ്ങോട്ട് തന്നെ വരും. ഞാൻ മാറ്റുമ്പോ അതിൽ കൊണ്ടുവരികയാണേ. നമ്മ ചൂടിച്ചോളി. അടി കരിയുടെ സൗണ്ട് അല്ലേ? അല്ല, ഇത് മൊരിയണ സൗണ്ടാ. അതൊക്കെ കറക്റ്റ് ഫിനിഷിങ്ങിലായ സൗണ്ടാണ്. ഇങ്ങോട്ട് ഇളക്കിക്കോ. അല്ല മതിക്ക് പച്ച ചെമ്മീനെ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടേസ്റ്റ് ഉണ്ടാവില്ലേ? ഇല്ല പറയാ, ഞാൻ ചെമ്മീൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുക.
ആണോ തൈര് ഒന്ന് മുണ്ടാന്ന ആ ഒരു മുണ്ടാക്കും തൈരിടുമ്പോ സൗണ്ട് എഫക്റ്റ് ഉണ്ടാണ്. മനസ്സിലായി ഞാൻ ഇങ്ങനെ ഇട്ടത്. അല്ല, മനസ്സിലായി അഫി, എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ്. അപ്പൊ അഫീഫ് ഇന്ന് സ്കൂൾ ഇട്ടപ്പം ബ്രോ അഫീഫിനെ കുറിച്ച് 2 വാക്ക് പറയാനുണ്ട്. സ്കൂൾ വിട്ടതിന് ശേഷം ഒരു വിളി, അനു പെട്ടെന്ന് സ്കൂളിൽ. അപ്പൊ ഞാൻ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ, ഞാൻ ചൂടെടുക്കുക സ്കൂളിൽ എങ്ങനെയും ഇന്നൊന്ന് കൊണ്ടുപോകും. അത് സ്കൂൾ വിട്ടിട്ടല്ല, 2 മണിക്കാണ് 1 മണിക്കാണ് മനസ്സിലായി വിടുന്നതിന്റെ മുന്നേ. അർഷിയെ അങ്ങോട്ട് അടിച്ചാതി അർഷിയെ മതി. അപ്പൊ നിങ്ങളെ കല്യാണ പരിപാടികൾ ആനന്ദകരമാക്കാൻ കല്യാണ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിക്ക് ആയിട്ട് എന്ത് ചെയ്യുക, അർഷിനെയും ജിമ്മിനെയൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കല്യാണങ്ങൾ ആനന്ദകരമാക്കി തരും. ഇതുപോലെ ബാങ്ക് കൊടുക്കണ്ടോ? ബാങ്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, കൂട്ടുകാരെ, നമ്മളെ കൂടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ഈ വർഷത്തെ ബെസ്റ്റ് സ്കൂൾ കച്ചവട അവാർഡ് നേടിയിട്ടുള്ള റിച്ചു ആണ്. എന്താ കച്ചവടം ഇടാഞ്ഞ പ്രാവശ്യം? വേറെ ആൾക്കാർ കച്ചവടം പിടിച്ചു പോയി. ആ മറ്റേ ചങ്ങായി ഒക്കെ ഇവിടെ കറക്റ്റ് ഇവിടെ കച്ചവടം ഇട്ടിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ ഫുള്ളും പിടിച്ച് കച്ചവടാക്കി. ആ സാധനങ്ങൾ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ആർക്കും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വിടേനോ? ഇത് നോക്കട്ടെ, ഇതെന്നാ കൊല്ലി കൊടുക്കല്ലേ? ഇതെന്റെ പെങ്ങളതല്ലേ? എന്റെതോ? എവിടെ വാങ്ങി? കൂറ്റന്മാരതൊന്നും കിട്ടൂല. അപ്ഡേറ്റഡ് ആയിട്ടൊന്നുമില്ല കൂറ്റന്മാർ. അയക്കണോ? അതാണ് കൂറ്റന്മാരുടെ പ്രത്യേകത. ഒരു സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ വിലക്ക് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. ദാറ്റ് ഈസ് കൂറ്റന്മാര ഫോർ യു. എന്തുണ്ടാക്കണം? എന്തേ കാരണം ഗസ് ചെയ്. ഒന്നുകൂടി ഗസ് ചെയ്യാം. ഒരു ചാൻസ് കൂടി തരും. ടെൻഷനായിട്ടോ. എന്ത് മജ്ഹൂദോ? അതെന്താ സാധനം? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ. മജ്ഹൂദോ? നാടനായിട്ട് ചിന്തിക്ക്. ആ ബിരിയാണി കടുക്കായി. എന്ത് ബിരിയാണി ആയിരിക്കും ഇത്? ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ബീഫ്. ഒരു ലാസ്റ്റ് ചാൻസ്. ചിക്കനും ബീഫും കഴിഞ്ഞാൽ പിന്നെ എന്താ? കാട്ടുപോത്തിനെ ഞാനും കേപ്പൊക്കെ വളരെ രാവിലെ ഇറങ്ങി നാടണി കുന്നം വന്നേ. എന്നിട്ട് നേരെ വെടിച്ച് വന്നിട്ട് എന്ത് ചെയ്തു, ആ ചെക്ക് പോസ്റ്റിന്റെ അതിലെ കൂടെ പോലീസിന്റെ അതിലെ കൂടെ ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കൊടുത്തിട്ട് തള്ളി സൈഡാക്കിയിട്ട് കാട്ടുപോത്ത് ബിരിയാണി ഒക്കെ ആണല്ലോ. നമുക്ക് ഓളാണല്ലോ തലക്ക്. ആരെങ്കിലും വിളിക്കണോ? കോള ഫ്രണ്ട് വേണോ? 50-50 ക്ലൂ കൊടുത്ത അന്നെ തല്ലണ്ടേ? ക്ലൂ തരുന്ന് അത് പറയണ പോലെ എന്തായാലും വേറെ മാറ്റി പറയൊന്നുമില്ലല്ലോ. ഒരു പീസ് കൊടുത്താ ടേസ്റ്റ് നോക്കാം. ഒരു പീസ് നോക്കടാ. ഓക്കെ ഹർഷിപ്പ നമ്മളിപ്പോ എന്തൊക്കെ ചെയ്തു? നമ്മളിപ്പോ ആട് വേവാക്കിയല്ലേ? വേവാക്കി. ആട് വേവിച്ചു, മഞ്ഞളും കാര്യങ്ങളൊക്കെ ഇട്ട് വേവിച്ച് സെറ്റാക്കി. ഹർഷി മാറിക്ക് ആക്ക ഞാൻ പിടിച്ചോ. കാട് മേച്ച് നടക്കല ചൂടാക്ക. ഇവിടെ ചൂടില്ല, അവിടെ ചൂടില്ലേ? ആക്ക ചൂടില്ല, ഇങ്ങനെ ചൂടില്ലേ? എനിക്ക് ചൂടില്ലേ? ഇപ്പൊ മൂട് തീക്ക് വെച്ചിനി, എന്റെ ചൂടായിനിപ്പോ. കാട് മേച്ച് നടക്കില്ല ദൈവമകനെ, മുജീബാക്കാന്റെ കൂട്ടിലിരുന്ന ആട് മകനെ. ആശമത്താ മൂടങ്ങോട്ട് വെക്കണ്ടോ? ആ ആടും എല്ലാം മൂടൊക്കെ ഒപ്പം വേവും. ഞാറത്തെ ആശമത്താ, ഞാറത്തെ കുറച്ച് ശരി. അത് നമ്മളെ മട്ടൻ കേട്ടോ.
കായംകുട്ടി നോക്കാം റോ ഇറച്ചിയാ പച്ചിറച്ചിയാട്ടെ. ആരും വന്നിട്ട് കാര്യമില്ല കേട്ടോ. എണ്ണൊക്കെ ഓൾറെഡി കൊടുത്തു. അരി ഓൾറെഡി. മാഷേ എന്താ വർത്താനം? കൂടിക്കോളിയും. അപ്പൊ ഇപ്പച്ചിന്റെ സ്ഥിരം മറ്റേ സാരഥികൾ വന്നിട്ടുണ്ടോ? ഇപ്പച്ചിന്റെ സ്കൂളത്തെ ഇപ്പച്ചിന്റെ സ്ഥിരം ടീച്ചേഴ്സാണ്. നിങ്ങളൊന്നും അറിയണ്ട. ഒക്കെ പോലെ അറിയുന്നില്ലേ? വന്നാ മതി അറിഞ്ഞു വിളിച്ചതാണ്. ഞാടുപോയി. കാട് മെച്ച് നടക്കലാണ് ആഴ്ച മകളെ, കൂറ്റമ്പറ ജനിച്ച് വളർന്ന ആഴ്ച മകളെ. അച്ഛമാതാ വെള്ളം മാത്രം, വെള്ളം കമ്മി. ഇത് തിന്നുമ്പോൾ ആർക്കൊക്കെ തലവേദന നോക്കട്ടെ, ശരിയാക്കി തരങ്ങളൊക്കെ. ഇവരൊക്കെ ആവണ വരെ എല്ലാവർക്കും തലവേദന, ഊരവേദന. റീലൊക്കെ കണ്ട് എന്നിട്ട് തിന്നാനാവുമ്പോ വരിക. ഞമ്മളിവിടെ വെപ്പര് നിങ്ങളും നിങ്ങൾ പിന്നാമ്പറ കാഴ്ചകളൊന്നും നിങ്ങൾ അറിയണില്ല. ചാവക്കാട്ടത്തിലെ ഫോട്ടോ ഇടാൻ പോയതാ. ശരി, ഇവിടുത്തെ വേവ് അത് മാത്രല്ലേ. ഞാൻ കേപ്പി അവിടെ ഒരാളെ കുഴിച്ചിടാതെ എന്തിന്റെ വേസ്റ്റ് ഇടാൻ. അപ്പൊ നീയാല് കുത്തിനല്ലോ 3 കുയ്യ്. നീയാല് 3 കുയ്യ് കുത്തിനല്ലോ. ഇവിടെ ആശമാതാ ഒന്നരി കൊടുക്കല്ലോ. ആ ആകെ 2 ഉള്ളൂ. ആ പറയൂ അർജന്റീന ആക്കാ കഴിഞ്ഞു വന്നേ. ഉണ്ടോ കൈയിട്ടോക്കെ? കൈയിട്ടോക്കെ നബീലിന്റെ വിളി. കൈയിട്ടോക്കും. കഴിഞ്ഞില്ല. ഞാനാണ് എടാ ചെറിയ കോരി തരും. തടയുന്നുണ്ട് പക്ഷെ ഇല്ല. ഏയ് അപ്പം മണം കിട്ടിട്ട് നോക്കിട്ടോ. ഓ ഹെവി ട്ടോ, ഹെവി സാധനം ട്ടോ. മാഷാഅല്ലാ. എങ്ങനെയുണ്ട് മണം? Heavy smelling in the land of spices from Kerala and Kutumbala and goat mandi coming and eating and going home. You happy? Yes. How much percentage of happiness you have inside you? Yes. Yes. Do you feel sad or bad and moody after opening school after Xmas leave? അടിപൊളി. ഓക്കെ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ ഒന്നും ഇടൂല. മസാല തെറ്റായി. ആ എങ്ങനെയുണ്ട് ടേസ്റ്റ്? മസാല തിന്നട്ടെ. ഈ മസാല അതിൽ ചെറിയ ഇതുണ്ട് കേട്ടോ. നോട്ടെ. எப்படி இருக்கு? ഉപ്പ് രസം കമ്മി ഉണ്ടോ? ഉപ്പ് കമ്മി ഉണ്ട് അമ്മ. അതിലൊന്നുമില്ല. ഞാനത് ഫുള്ള് ഊറ്റി. ആ 1-2 ബാക്കിയുണ്ടേനി. അങ്ങോട്ട് കൊട്ടിക്കാളി. സൂപ്പ് കുടിച്ചോക്ക്. അർഷിയെ ഈ സൂപ്പ് അത് കുടിച്ചോക്ക്.
ഇങ്ങനെ ആട്ടു സൂപ്പ് ഉണ്ടാക്കല്? ഏ എവിടത് ഓലെടുത്താ? അല്ല ഇതൊക്കെ എവിടുന്ന കിട്ടണേ? ഇതിന്റെ ഉള്ളിന്ന് ഞാൻ നോക്കിയപ്പോ ഇല്ലല്ലോ. നോക്കായിട്ടാണേ. അത് ആട് മന്തി. ആടിന്റെ ഫില്ലിങ് ഏകദേശം റെഡിയായി. ഇത് മൂട്ടുന്ന തിളച്ചിട്ടേ എന്തോ പോലെ ഒരു പേടി. അത് മൂട്ടുന്ന ഇങ്ങനെ തിളച്ചിട്ടൊരു പേടിയാവാ, ടെൻഷനാവാ. കരിഞ്ഞു വന്നു ഷർട്ടിന്റെ ബാക്കൊക്കെ ആഴ്ചമാത്ത തീയിട്ടപ്പം. അപ്പോൾ നമ്മുടെ അർച്ചി ചുറ്റിപ്പാറ ടേസ്റ്റ് നോക്കാൻ വേണ്ടി അർച്ചിനെ ക്ഷണിക്കുന്നു. ആര് വാൻ്റെ വെട്ടി വരുന്നേ? കിട്ടുന്ന ടേസ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട്? കിട്ടില്ല, അടിപൊളി. കിട്ടില്ല, എനിക്ക് എൻ്റെ മതി. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എൻ്റെ ടേസ്റ്റ് നോക്കാൻ കിട്ടിയോ? എനിക്ക് വേണ്ട. എനിക്ക് കഴിഞ്ഞിട്ട് മതി. ഐ ട്രസ്റ്റ് ഇൻ ആക്ക. ഐ ഹാവ് ബിഗ് ട്രസ്റ്റ്. ഒന്നുകൂടി വേവും. അങ്ങോട്ടല്ലേ ചമാത്ത തിരിച്ച് അതിന്റെ സൗണ്ട് അതിന് ആടോ ഒരു സമാധാനം. എല്ലാം ഓഫായില്ലേ? ഫുള്ള് കൂട്ടി പിന്നെ ഒന്നായിട്ട് കുറച്ചു, ഓഫാക്കി. ടേസ്റ്റ് എങ്ങനെയുണ്ട്? സ്റ്റാർട്ടിങ് ടേസ്റ്റ് എങ്ങനെയുണ്ട്? അടിപൊളി, ഹെവി, അടിപൊളി. ഓ അടിപൊളി. ഞാൻ തിന്നിട്ടില്ല. ആടുന്നില്ല, അല്ല കഴിച്ചിട്ടില്ല. അതെന്തേ ഇങ്ങോട്ട് എത്തിയില്ല. ഞാൻ കരുതിയാണ് എന്തോ എതിർപ്പുണ്ട്, ഇങ്ങോട്ട് എത്തിയില്ല. അരിയിടാട്ടോ, അരിയിടാൻ പോവുകയാണ്. ആച്ചമാത്ത ക്ഷമിക്കണം, ഞാൻ വ്ളോഗിങ് മാത്രമേ ഉള്ളൂ, കുക്കിംഗ് ഇല്ല കേട്ടോ. ഞാൻ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചൊരു ആച്ചമാത്ത. ഇപ്പൊ പറഞ്ഞു എന്തെങ്കിലും ഡയലോഗ് ഇപ്പൊ കിട്ടണ്ടേ? ആച്ചമാത്തൊക്കെ എന്ത് പറയും? ആച്ചമാത്ത വേണമെങ്കിൽ കൈയിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ ആക്കും. വേണേ റിച്ചും കാട്ടും കൈ ഇപ്പൊ ഇതിന്. അപ്പൊ എന്തായാലും അരി സാധനങ്ങൾ നമ്മൾ ക്യാരറ്റ് ഇട്ടു. ഞാൻ പണിയെടുക്കണ്ടേ? ഞാൻ ഇപ്പൊ വന്നറിയാം ഇവിടെ. ആക്കാൻ എന്താ വേണ്ടേ? ഉപ്പോ ചോറിലോ? വെള്ളമാണെങ്കിൽ കുറച്ച് കോരണം. അതുകൊണ്ട് കാട് മെച്ച് നടക്കലാന ദൈവ മകനെ. സൂപ്പ് ആട് സൂപ്പ്. അസർ വന്നിട്ട് ഒരു വെപ്പും കൂടി വെക്കണം കേട്ടോ. ഒരാടിനും കൂടി വാങ്ങും ഞാൻ. അസറിനെ മിസ് ചെയ്യണ്ട ഇവിടെ. എന്തിനിപ്പം നിൽക്കാതാക്കണം? അങ്ങനെയുണ്ടോ? നിൽക്കാതാക്കണം വേണ്ടേ?
അരി അടി പിടിച്ചും കുറച്ച് സൂപ്പ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? എടാ ടേസ്റ്റ് ഉണ്ടോ? ഉപ്പുണ്ടോ അതില്? കുറച്ച് ഉപ്പാണ് ഇതല്ല വളക്കാൻ വേണ്ടി കുറച്ച് ഇപ്പിടയ്ക്ക്. എടാ നല്ല കുടിച്ചോളി. പോഷക സത്ത് ഫുള്ള് ഉണ്ടായില്. പോണില്ലേ പോഷകം? ആരായി? ആ സുഹൃത്തുക്കളെ, നമ്മുടെ വ്ളോഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള നമ്മുടെ റീച്ചർ മുക്കർ എഡിറ്റർ വ്ളോഗർ സ്റ്റുഡന്റ് സ്റ്റാർ ഓഫ് ദി ഇയർ കാറ്ററർ എല്ലാം നമ്മളെ കൂടെ ചേർക്കുന്നു. റിനാൻ എവിടെയായിരുന്നു ഇത്രയും ദിവസം? ഇവിടെ തന്നെ ഉണ്ട്. വെഹിക്കിൾ റീസെല്ലർ. 2 ദിവസം മേലെ. റീച്ച് കിട്ടിയോ? ഓ അൽഹംദുലില്ലാ. എത്ര കേരളം ഒട്ടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷോർട്സിൽ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതന്നെ ഇനി നമ്മളെ ആഗ്രഹവും അല്ലേ? അതെ. അടുപ്പിച്ച് കയറണേ. നിക്കണത് ഇങ്ങനെ ഫോളോവേഴ്സ് കേറിക്കൊണ്ട് പെട്ടെന്ന് പറയാനോ വരുന്നല്ലേ ഉള്ളൂ അല്ലേ? എന്താ ഉണ്ടാക്കണേ? ആടുമന്തി. ഒരോപ്ഷൻ തരാം. തെറ്റിച്ചപ്പോ ഔട്ടാവും. ചോറില്ലെന്ന് വേഗം പറഞ്ഞോ. ആടാണ്. ഒന്നാട്. ഒരു അറബിക് സ്റ്റൈൽ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എന്താവും? ഒറ്റ ഓപ്ഷൻ കരുതി പറഞ്ഞോ. ഒറ്റ ഓപ്ഷനുള്ളൂ. തോറ്റ ഔട്ടാവും. ഫുഡില്ല, വെറും ചോറ് മാത്രം തരും. മഗ്ലൂബ അങ്ങനെ അൽഫാം എന്തൊക്കെയല്ലോ ഇത് പറയും കൂട്ടുപറി ആട് അങ്ങനത്തെ ആടല്ലേ അൽഫാം നീ അല്ല പോര്. പെര എവിടെയാണ്? ചുള്ളിയോട്. എടാ ആട് ബിരിയാണിയോ മറ്റെല്ലാം എടുത്തു. ബാക്കിയല്ലോ ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ ഇവിടെ വരാൻ പറയും. അപ്പം എല്ലാരും ഉണ്ട് കേട്ടോ. നമ്മള് 10 ആളത്തെ അളവ് കൊടുക്കുന്നു. ഇപ്പൊ 25 ആളായി. ഇനി മേലെ അളവ് കൊടുക്കില്ല. എന്റെ തലമണ്ണം കൂടെ ഈ ചട്ടം കൊണ്ട് ഉമ്മച്ചി അടിക്കാത്ത ഭാഗ്യം. ഉമ്മച്ചി അപ്പളെല്ലാം ചോദിച്ചു അളവുകൊണ്ട്. ആ ആക്കാ ഞാടാ. നീ പട്ടി വന്ന് പോകണ്ട കേട്ടോ. ആ കുഴിച്ചിടാൻ വെച്ച ആൾക്കാര് കുഴിച്ചിട്ടിട്ടില്ലേ? എടാ നിങ്ങള് കറക്റ്റ് കുഴിച്ചിട്ടിട്ടില്ലേ? പട്ടി കുറച്ചേരായി നടക്കണട്ടാ. അപ്പൊ എല്ലാവരും വെയിറ്റിംഗിലാണ് കേട്ടോ. ഫുൾ ടീം വെയിറ്റിംഗിലിരിക്കുകയാണ് ആടുമന്തി ആവാൻ വേണ്ടിട്ട്. അല്ല ഈ വാണ്ടിമ്മ ആകെ അടി കൂടെ ഓടും. ഇത് ദമ്മിട്ടിട്ടോ നോക്കണട്ടാക്കാ. നിമിഷം അതിന്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് കൊടുത്താ. അപ്പൊ എന്തായാലും ഏലക്കായ അങ്ങനെ എന്തെങ്കിലും വേണോ? ഇപ്പൊ ഉണ്ടല്ലോ. അപ്പം അല്ല അത് വന്നോ? അപ്പൊ കഴിഞ്ഞോ? അത്രേ ഉള്ളൂ. നമ്മള് മട്ടൻ കുറച്ച് വേവുണ്ടോ വിചാരിച്ച നമ്മള് കുക്കറിലിട്ടോ ആദ്യം. മസാല നല്ലോണം മറ്റേ കായം കൂട്ടിയതാ. അപ്പൊ ഏകദേശം അതിൽ കടന്നാൽ തന്നെ അതിന്റെ ആ ഒരു ഇറച്ചി നല്ലോണം വെന്ത് അരി ശരിക്കും വെന്ത് കഴിഞ്ഞാൽ അതിനെ മേലെ ഊറ്റിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കത്തിച്ചു. പക്ഷെ നമ്മളെ കുക്കറേ ആര് തന്നതാ? അല്ല 1 2 3 1 2 3 അല്ലേ? 1 2 3 കാർഗോ. 1 2 3 കാർഗോ തന്ന കുക്കറാണ് കേട്ടോ. കുക്കർ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കും. 1 2 3 കാർഗോ 2 time cooking got in the cooker. 2 പ്രാവശ്യം നമ്മൾ വെച്ചത് മന്തി ആടാണ് വെച്ചത്. 1 പ്രാവശ്യം ആട് മന്തിയും 1 പ്രാവശ്യം മാസായിട്ടായി. എന്താ പറയണേ? ഡയലോഗ് ടീം ഇട്ടോ വിളിച്ചിക്കണ്. മെല്ലെ ഈ ഫ്രണ്ട് മാറക്കണ നിന്നിട്ടുണ്ടോ? ജിണ്ടല്ലോ ജിപ്പ എന്റെ കൊയ് സ്വയം തോണ്ടാണ്. ഇന്ന് സ്വയം കൊയ് തോണ്ടിയാണ്ട് എല്ലാത്തിലും
4K ഡോൾബി ക്വാളിറ്റിയിൽ എല്ലാത്തിലും അർഷി നോക്കി. എന്നിട്ടേ ഞാനതിലില്ല. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഇതിൽ റെക്കോർഡ് ആവണതോ? ഇത് ഏറ്റവും പുതിയ ഫോണ്, ഏറ്റവും പുതിയ മൈക്കോ, ഇതിലെന്തെങ്കിലും കിട്ടിയിക്കണ്. ആ എന്നാ അതേപോലെ ഇപ്പം ഞാനതിലില്ല. എന്താ പറ്റി? ഒരു പ്രശ്നമല്ല, ആവാൻ വെയിറ്റ് ചെയ്യാം. റിച്ചു മകനെ ചെറായി കൊണ്ട് ലോടി നടക്കും റിച്ചു മകനെ. ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയോ? ആ കല്യാണ ലൈറ്റ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഒന്നും പറഞ്ഞില്ല. റീച്ചായി. ഓൾ കേരള സ്കൂളോ? ഓൾ കേരള വർക്കും വരുന്നുണ്ട്. വർക്ക് തെറ്റായി മാർച്ച് 5-ന്. എന്തിന്റെ വർക്ക്? വീഡിയോ വർക്ക്. അഡ്വാൻസ് അടിച്ചിട്ടോ? 6. കാര്യം ഇതില്ല, ആകെ നമ്മളീലാക്കും. എഡിറ്ററിന് 5, വർക്ക് തിരുവനന്തപുരത്ത് 3000 കണ്ടടിച്ച് അങ്ങോട്ട് പോകണം. ആ മനസ്സിലായി. പഠിപ്പിക്കുന്നുണ്ടോ അപ്പൊ? അഡ്വാൻസ് അടിച്ചോ? അഡ്വാൻസ് വാങ്ങിട്ടോ? ഫെബ്രുവരി ആവട്ടെ, മാർച്ചിക്കല്ലേ ഇതിപ്പോ. അങ്ങനെയല്ല, അതൊക്കെ പെട്ടെന്ന് പോകും. അഡ്വാൻസ് വാങ്ങിയേക്കണം. ഒരു 500 അഡ്വാൻസ്. ഈസി ഉണ്ടല്ലോ. വർക്ക് ഇല്ലല്ലോ, എന്താ പറയണ്ടോ? അത് ഫ്രീ ഇല്ല. നമ്മള് ബുക്കിലാണ് ഡേറ്റ്. അപ്പൊ അതിന് ആയിക്കോട്ടെ. അപ്പൊ എന്നായിക്കോട്ടെ. അങ്ങനല്ല, നാളെ ഫ്രീ ആവാ. കുഴപ്പമില്ല. പിന്നെയും ആ കൊല്ലം വേറെ ആള്, എഡിറ്റർ വേറെ ആള്, ഓണർ വർക്ക് ഓൺ ത്രൂ പോണതേ. എഡിറ്റിംഗ് വേറെ ആള്, ഷൂട്ടിങ് വേറെ ആളോട്. ഔട്ട് പിന്നെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കും. ലോഗോ ഉണ്ടാക്കണം, വർക്കൊന്നും ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മള് സെറ്റ് ലോഗോ എങ്ങനത്തെ ഒരു സ്റ്റൈലാണ് എനിക്ക് വേണ്ടി? ക്യാമറ, ഒരു ക്യാമറയും പിന്നെ പറയണ്ടേ. എന്താ പേര് പാടുമ്പോഴാ റീച്ച് ആവാൻ അതിപ്പോഴും പഠിച്ചില്ലേ? കമ്പനിക്ക് ഇടാൻ ഉദ്ദേശിക്കുന്ന പേര് അത് കിട്ടിയില്ല. അതിനാണ് ലോഗോ ഉണ്ടായി തരാൻ. പേരില്ലാതെ ലോഗോയോ? ആ ദാ ചോറ്. ഓ ആ സ്റ്റൈൽ അങ്ങോട്ട് ഇട്ടു ചോറ്. ആ സ്റ്റൈലുണ്ട് കേപ്പേ. സ്റ്റൈലുണ്ട്. ഓ ഞാൻ ഇടട്ടെ ഒന്ന് ഒരു കയ്യില്. ഇത് തിളച്ചോണ്ട് അത് കറക്റ്റ് ആവണില്ല. ഇത് കറക്റ്റ് കിട്ടുള്ളത്. ആ അത് ശരിയാ. ഞാൻ അതിനെ ഓട്ടമുള്ളത് ഞാൻ ചിന്തിച്ചില്ല. അല്ല, നോമ്പായ ഞാൻ തന്നെ ഇവിടെ വെക്കാൻ പോണത്. ഇന്റെ പല ഭക്ഷണങ്ങൾക്കാണ് നിങ്ങൾ സാക്ഷിയാവുക. ഇന്ത്യ അസറുവിന്റെയും. അസറു ഇനി വന്നിട്ടില്ല. എല്ലാവരും അസറുവിന്റെ DM പോയി തെറി വിളിച്ചോളി. ഓൻ വേറെ പറ്റിച്ചു. അല്ല വരും കേട്ടോ. അല്ല വെള്ളം കുറേ ഉണ്ട്. അല്ലേ ശരിക്കുള്ള നബീലാണ് വന്നു പോയത്. ഒറിജിനൽ നബീൽ. അതല്ല പറഞ്ഞേ, മൂപ്പരെന്നെ പറഞ്ഞാണ് ഞാൻ ടോളാറിനു. ഇത്രയും നേരത്തിന് ഇജ് കൂടിയൊരു പണി. വേറെ സീൻ ഉണ്ട്. നാട് മന്തിയല്ലേ, നബീൽ മന്തിയാണ്. അത് പറയണോ? ഞാൻ തന്നെ ചെയ്തിരുന്നത് കുറെയൊക്കെ, അല്ല കുറച്ചൊക്കെ. ഇവന് വേറെ സീനുണ്ട്. എന്താ എന്ത് എന്താ പറ്റി? അതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞോ? ഊരവേദന പറയണത് വലിയ കാര്യമൊക്കെയാണ്. ആ അത് പ്രശ്നമുണ്ട്. അത് പറഞ്ഞു പോയി കേട്ടോ. ഞാൻ പോയി ഒന്നും പറയണില്ല. നല്ല ചിരി പറഞ്ഞു. പറയണില്ല ഒരു പേടിച്ച ചിരി കേട്ടോ. ഇങ്ങനെ ആ അല്ലേ? ഹലോ ഹലോ. അപ്പൊ എന്തായാലും എല്ലാരും ഗസ് ചെയ്യ എന്താണ് സംഭവം എന്നുള്ളത്.
എന്നാലും ഒറ്റക്ക് പോണത് എന്തിനാണ് നിങ്ങൾക്ക് അല്ലേ? അത് മനസ്സിലാവണില്ല. ഞാനത് ഒറ്റക്ക് ഈ പീടിക്ക് സാധനം വാങ്ങാൻ വരെ പോയല്ല ഇവിടേക്ക്. ഞാൻ ഒരാളെ കൂട്ടും. പക്ഷെ ഒറ്റക്ക് പോണോലെ ഇതിപ്പോ ഗ്യാങ്ങിൽ കൂടി വരികയാണ്. അതെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അതായത് രണ്ടു തരം ആൾക്കാർ ഇതിലുണ്ട്. ഒന്ന് കൂടുതലായിട്ട് ഒരാളെ പറ്റി പറയുമ്പോൾ കൂടുതലായിട്ട് ഒരാളെ മേത്തേക്ക് ഇടാൻ ശ്രമിച്ച് ആൾക്കാരെ കണ്ണിൽ പൊടിയിടുന്ന ഒരു ടീം. സ്വയം ഇതിൽ പെടണ്ട, ഓൾറെഡി ആൾക്കാർക്ക് മനസ്സിലായി. അപ്പൊ വേറെ ആൾക്കാരാണ് വരുത്തി തീർക്കണ കുറച്ച് ആൾക്കാര്. പിന്നെ ബാക്കിൽ ഒളിച്ചിരിക്കണവര് അത് പോയി കുണുങ്ങി പോവാ. ആയോ വേവായോ എന്ത് സത്യം ആൾക്കാർ സത്യം മനസ്സിലാക്കി തുടങ്ങി. നിഹാലിനെ നമ്മളെ കൂടുതൽ നമ്മൾ ചാമ്പ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അർഷി അങ്ങനെ അറിയപ്പെടുന്നത്? ചാമ്പീറ്റ് എന്ത് ചാമ്പല പറയാ. ഇന്നലെ ഉണ്ടല്ലോ നമ്മള് പടത്തിന് പോകാൻ വന്നതല്ലേ, ഒറ്റടിക്ക് കാലം ഇവര് പറഞ്ഞ എന്താ പറയുക, നമ്മളൊക്കെ കണ്ടിട്ടാണ് ഒരു മറ്റേ ഷട്ടിൽ കോട്ട് ബുക്ക് ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അങ്ങോട്ട് പോയി. എന്നിട്ട് അല്ല നിങ്ങൾക്ക് എന്നിട്ട് പടത്തിന് പോയത്, നിങ്ങൾ പോയോ? ചാമ്പലാണോ? ലാസ്റ്റ് നമ്മൾ പടത്തിന് പറഞ്ഞപ്പോ ഒരാൾ പോയല്ലോ. ഞാൻ ഉമ്മാനാക്കണ്ടേ, നമുക്ക് പിന്നെ പോവാറ്. അവിടെ കൊടുക്ക്. ടെൻഷനായോ? എന്ത് എടാ ഞാൻ അവിടെ ഇവിടെ കൂടുതൽ സത്യങ്ങൾ പുറത്തു തരും. അല്ല ആണല്ലേ, അത് കൊടുത്തോ. ആവാലോ. അപ്പം ആടുമന്തി അതിന്റെ പര്യവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ആയില്ലേ? ആക്ക ഏകദേശം ആയില്ലേ? ദമ്മിടണല്ലേ? ഇനി ദമ്മിടുള്ളൂ. എടാ ആര് വണ്ടിയടാ? അതിന് എത്ര ആളാ? ഇതാര വണ്ടിയാ? ഇതാക്കണ്ടല്ലേ? ഉണ്ടാവും. അപ്പൊ സുഹൃത്തുക്കളെ, ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. ഒന്നുകൂടി കണ്ടില്ലേ? തീയിടാൻ അർച്ചന വിളിച്ചേ. പാവോനെ കിട്ടണുള്ളൂ. ഞാനിവിടെ അമ്മ തീ കമന്റില് ഞാൻ തീ ഇടത്തെ എന്ത് കൊടുക്ക് മറ്റതല്ലേ ഹാരി പോട്ടറിന്റെ ഹാരി പോട്ടറിന്റെ വരിപ്പെടുന്നാക്കാൻ പറ്റില്ല. ഹായ് ഗായ്സ്, ഞാൻ പിടിക്കാം. ഈ കത്തി ഒന്ന് പിടിച്ചോ. കത്തിന്റെ ഇവിടെ പിടിച്ചോ. ഞാൻ പിടിക്കാം. തരി. അല്ല ഇങ്ങനെ വെച്ചാൽ ഞാൻ ഇവിടെ വന്നിരിക്കേണ്ടി വരും. എല്ലാം ഞാൻ ശ്രദ്ധിച്ചിരിക്കണേ, ടെൻഷനാക്കല്ലേ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. സെൻട്രനെ അപ്പൊ എന്തായാലും ദമ്മായി കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും വ്ളോഗ് കണ്ടു കഴിഞ്ഞ് കാണും. പക്ഷെ പോകാൻ വരട്ടെ, എല്ലാവർക്കും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മളെല്ലാവരും ഒരുപോലെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് കാട്ടാളൻ. സോ കാട്ടാളൻ്റെ ഫസ്റ്റ്, അതായത് ആദ്യത്തെ ടീസർ ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഇന്ന് 6 മണിക്കാണ് ടീസർ റിലീസ് ആവുന്നത്. അപ്പോൾ ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ചാനലിലും നമ്മളെ ചാനലിലും കൊളാബ് ചെയ്തുകൊണ്ടാവും ഈ ഒരു ടീസർ വീഡിയോ വരിക.
അപ്പൊ എന്തായാലും മസ്റ്റായിട്ടും മിസ്സാക്കരുത്. വ്ളോഗ് കാണുന്ന പോലെ തന്നെ എല്ലാവരും മസ്റ്റായിട്ടും ചെന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് ഇങ്ങനത്തെ സിനിമകളാണ് ഞാൻ കാണാൻ ഇഷ്ടപ്പെടുന്ന സിനിമകൾ. ഇങ്ങനത്തെ സിനിമകളാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ മാസ് പരിപാടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. സോ മസ്റ്റായിട്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ചാനൽ വന്നിട്ട് കാട്ടാളൻ ടീസർ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ടീസർ കിട്ടും. ഇഷ്ടപ്പെട്ട എന്തായാലും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. മസ്റ്റായിട്ടും ടീസർ കാണുക. സോ ഇന്ന് ടീസർ റിലീസിനും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വിനീത തിയേറ്ററിലും പോകുന്നുണ്ട് വൈകുന്നേരം. അപ്പോൾ 6 മണിക്ക് അവിടെ ടീസർ സ്ക്രീനിങ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ഇതിൽ ആക്ടേഴ്സ് ഫുൾ എല്ലാവരും വരുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കുന്നുണ്ടാവും. സോ മസ്റ്റായിട്ടും എല്ലാവരും മിസ്സാക്കാണ്ട് ടീസർ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ. അപ്പോൾ എന്തായാലും മറ്റൊരു വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.